ഹായ് ടീം, ഇറ്റ്സ് മീ മുനീർ ഫ്രം വിസ്ഡം സ്പിയർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻ്റർപ്രണർ എന്ന് പറയുന്നത് വളരെ അഭിവാജ്യ ഘടകമാണ്. ബിസിനസ്സിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് എൻ്റർപ്രണറാണ്. ഒരു ബിസിനസ്സിൻ്റെ എല്ലാ റിസ്ക്കും എടുക്കുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് എൻ്റർപ്രണറാണ്. ബിസിനസ് റിലേറ്റഡ് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് എൻ്റർപ്രണറുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അദ്ദേഹത്തിന് അത്രയും ഒരു കാലിബർ ഉള്ളതുകൊണ്ടാണ് അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഒരു എൻ്റർപ്രണർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിപ്പോർട്ട്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസിക് റിപ്പോർട്ടായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊരു എൻ്റർപ്രണർ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതായിട്ടുള്ള റിപ്പോർട്ടാണ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട് എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിപ്പോർട്ട്സുകളാണിത്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേഷണൽ റിപ്പോർട്ട് എന്ന് പറയും. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഡേ ടു ഡേ നടക്കുന്ന സെയിൽസ് റിപ്പോർട്ട്, അതേപോലെ തന്നെ സ്റ്റോക്ക് വാല്യൂ, സ്റ്റോക്ക് വേരിയൻസ്, ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്, മാർക്കറ്റ് സർവേ റിപ്പോർട്ട്, ഇങ്ങനെയുള്ള ഓരോ റിപ്പോർട്ട്സുകളാണ് ഓപ്പറേഷണൽ റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന ഈ റിപ്പോർട്ടിലുണ്ടാവുക. അടുത്തതായിട്ടുള്ള റിപ്പോർട്ടാണ് ബഡ്ജറ്റ് വേരിയൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻസും ആക്ച്വൽ ഇൻകം ആൻഡ് എക്സ്പെൻസും തമ്മിലുള്ള വേരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. ഇത് തീർച്ചയായിട്ടും ഒരു എൻ്റർപ്രണർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട റിപ്പോർട്ടാണ്. അടുത്തതായിട്ടുള്ള റിപ്പോർട്ടാണ് അക്കൗണ്ട്സ് പേയബിൾ റിപ്പോർട്ട്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിൽ സപ്ലയേഴ്സിന് ക്യാഷ് കൊടുക്കാനുണ്ടാവും, അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല ചിലവുകളും ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടാണ് അക്കൗണ്ട്സ് പേയബിൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അക്കൗണ്ട്സ് റെസീവബിൾ റിപ്പോർട്ട്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിലേക്ക് വരാനുള്ള ക്യാഷ് എത്രയാണ്, അത് ഏതെല്ലാം കാറ്റഗറിയിൽ നിന്നാണ് വരാനുള്ളത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് അക്കൗണ്ട്സ് റെസീവബിൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടും